പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും എങ്ങനെയെങ്കിലും ഇഷയുടെ ജീവിതം രക്ഷപ്പെടുത്തണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് രാഹുലിന്റെ അച്ഛൻ. ഇതിനായി നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കാൻ അയാൾ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ സമയമാകട്ടെ രാഹുൽ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ്. റാംമോഹനെ ചെന്ന് കാണുന്ന രാഹുൽ തന്നെ അഭിഷേക് കാണാൻ വന്നിരുന്നു എന്ന് പറയുകയാണ്. ഇതോടെ ആ ബാസ്റ്റഡ് എന്താണ് നിന്നോട് പറഞ്ഞത്? എനിക്കതറിയണം. ഇത് കേട്ട രാഹുൽ ഈ വിവാഹം നടത്താൻ അവൻ സമ്മതിക്കുകയില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഇഷ അവൻ്റെ മാത്രമാണത്രേ. ഇഷയെ മറ്റാർക്കും അവൻ വിട്ടുകൊടുക്കുകയില്ല എന്നും എന്തൊക്കെ ചെയ്താലും ഈ വിവാഹം നടത്താൻ അനുവദിക്കുകയില്ല എന്നുമുള്ള വെല്ലുവിളിയാണ് നടത്തിയത്. ഇത് കേൾക്കുന്ന റാംമോഹൻ, ആ ധിക്കാരി അങ്ങനെയൊക്കെ പറഞ്ഞു? അതെ അങ്കിൾ, എന്നെ കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി. ഈ വിവാഹം നടക്കാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യുമെന്നും പറഞ്ഞാണ് പോയത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ എന്തായാലും ഈ വിവാഹം നടത്തും. കാരണം ഞാനിത് നിനക്ക് നൽകിയ വാക്കാണ്. റാംമോഹൻ നൽകിയ വാക്ക് തെറ്റിക്കാറില്ല. ഇപ്പോൾ തൻ്റെ മകളോടും ഈ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവൾ ഇപ്പോൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുവെങ്കിലും അതൊന്നും കാര്യമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വിവാഹം നടക്കും. അത് റാംമോഹൻ നൽകിയ വാക്കാണ്. റാംമോഹൻ നൽകിയ വാക്കിൽ നിന്ന് പിന്മാറാറില്ല. ഇനി ആര് എന്തൊക്കെ നുണ പറഞ്ഞു വന്നാലും ഈ വിവാഹം നടത്തും. അതിനുള്ള ഒരുക്കങ്ങൾ ഞാൻ ഉടനെ തന്നെ ആരംഭിക്കുകയും ചെയ്യും എന്ന് വ്യക്തമാക്കുകയാണ്. ഇതോടെ വീണ്ടും മദ്യം ഒഴിച്ചു നൽകുന്ന രാഹുൽ ഈ മദ്യസത്തയിൽ നിന്ന് അയാളെ പുറത്തു വരാൻ അനുവദിക്കരുത് എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, തൻ്റെ പേരിലേക്ക് സ്വത്തുക്കൾ മാറ്റുകയാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സോഹനെയും അഭിഷേകിനെയും കമ്പനിയിൽ നിന്ന് പുറത്താക്കണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു. പക്ഷേ ഇതിനിടയിലാണ് റാംമോഹനെ കാണുന്നതിനായി അഭിഷേക് കടന്നു വരുന്നത്. റാംമോഹൻ അഭിഷേകിനെ കണ്ടതിനെ തുടർന്ന് എന്തിനാടാ നീ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുകയും നിനക്കൊക്കെ ഇവിടേക്ക് കടന്നു വരാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയായതിനെ തുടർന്ന് കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകുന്ന അഭിഷേക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിങ്ങളെല്ലാവരും കരുതുന്നത് പോലെയുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിനക്ക് നിന്റെ കഥാപ്രസംഗമൊന്നും കേൾക്കണ്ട. നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. നിന്നെ ഇവിടേക്ക് ആരും ക്ഷണിച്ചിട്ടില്ല. വെറുതെ വലിഞ്ഞു കയറി വരാനും നിൽക്കേണ്ട എന്ന് റാംമോഹൻ പറഞ്ഞതിനെ തുടർന്ന് നിങ്ങൾ എന്നോടുള്ള ദേഷ്യത്തിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മകളുടെ ജീവിതമാണ് തകർക്കാൻ നോക്കുന്നത്. അത് കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇഷയുടെ ജീവിതം തകരരുത് എന്ന ആഗ്രഹം എനിക്കുണ്ട്. അവൾ എന്നെ വിവാഹം കഴിച്ചില്ല എങ്കിലും അവൾ നല്ല രീതിയിൽ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ നടത്താൻ പോകുന്ന വിവാഹം നടക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന റാംമോഹൻ, നിന്റെ കള്ളത്തരത്തിന് ഇപ്പോഴും അറുതി വന്നിട്ടില്ലേ? ഇനിയും എന്തൊക്കെ നുണയാണ് നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ പറയുന്നത് നുണയല്ല. രാഹുലിന് മാനസിക രോഗമാണ് ഉള്ളത്. അവൻ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ മകളെ അവൻ കൊല്ലും. സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കേട്ട
റാംമോഹൻ, നീ എൻ്റെ മകളെ സ്വന്തമാക്കാൻ ശ്രമിച്ചത് സ്വത്തുക്കൾക്ക് വേണ്ടി തന്നെയല്ലേ? അല്ലാതെ പുണ്യത്തിനൊന്നുമല്ലല്ലോ. എനിക്കറിയാമടാ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന്. നിന്നെപ്പോലെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയും നിന്നെ വിശ്വസിച്ചൊരു പൊട്ടനാകാൻ എന്നെ കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് ഇവിടെ നിന്ന് പോകാം. നീ ഇനിയും ഇവിടെ നിന്ന് ബഹളം വെച്ചാൽ ഞാൻ പോലീസിൽ കാര്യങ്ങൾ അറിയിക്കും. പോലീസ് വന്നാൽ പിന്നെ എന്താകും ഉണ്ടാവുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിനക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് കേൾക്കുന്ന അഭിഷേക് നിങ്ങൾ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതോടെ റാംമോഹന്റെ മനസ്സിലേക്ക് സംശയങ്ങൾ കടന്നു വരുന്നുവെങ്കിലും തൻ്റെ മുന്നിലുള്ള രാഹുലിന്റെ അഭിനയത്തിന്റെ മായാജാലത്തിൽ വീണുപോയിരിക്കുകയാണ് അയാൾ. സത്യങ്ങൾ അയാൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇതേ സമയം തിരികെ വീട്ടിലേക്ക് വന്നതിനെ തുടർന്ന് ദേവബാലയാകട്ടെ വീണ്ടും അഭിഷേകിനോട് അടുക്കുന്നതിന് ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ അഭിഷേകാകട്ടെ ഒരിക്കലും നിന്നെ എനിക്ക് വേണ്ട, ആ കാര്യം എന്തുകൊണ്ടാണ് നീ തിരിച്ചറിയാത്തത് എന്ന് ചോദിക്കുകയാണ്. ഇത് അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുവെങ്കിലും കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നല്ലത് എന്നുള്ള തീരുമാനം എടുക്കുകയാണ് ദേവബാല. മാത്രവുമല്ല, ഇതേ തുടർന്ന് ദേവബാല അഭിഷേകിനോട് എന്നെ വെറുക്കരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അഭിഷേക് എനിക്ക് നിന്നോട് വെറുപ്പ് മാത്രമാണ് ഉള്ളത് എന്നും ഒരിക്കലും നീ എൻ്റെ ഭാര്യയാവുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ദേവബാല. ഇതേ തുടർന്ന് ദേവബാലയെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ തീരുമാനമെടുക്കുകയാണ് ദേവരാജൻ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.